അമേരിക്കയിലൊക്കെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ചില മലയാളി സുഹൃത്തുക്കൾ നാട്ടിൽ വരുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ചില കൗതുകങ്ങൾ നമുക്ക് തോന്നാറുണ്ട്. അതായത് നമ്മുടെ ഡേറ്റയൊക്കെ മിക്കവാറും കൂടുതൽ ആൾക്കാരുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോകുന്ന മിക്കവരുടെയും ഡേറ്റയൊക്കെ അമേരിക്കൻ കമ്പനികളുടെ കയ്യിലാണ്. ഈ ഡേറ്റ വളരെ വിലപ്പെട്ടതാണ്. ആധുനിക കാലത്ത് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പല മരുന്ന് പരീക്ഷിക്കാനും പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവരാനും ലോകത്ത് പല പല ഉൽപ്പന്നങ്ങൾ ഇറക്കുമ്പോഴും ഈ ഡേറ്റ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഈ ഡേറ്റ സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും വലിയ കോടീശ്വരന്മാർ. അങ്ങനെ നമ്മൾ ആലോചിച്ച് നടക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊരു വാർത്ത, അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. 1.25 കോടി ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നുപോയി എന്നാണ് റിപ്പോർട്ട്. മാൽവെയർ ബൈറ്റ്സ് ആണ് ഇപ്പോൾ ഈ വീഴ്ച പുറത്തുവിട്ടത്. ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ, അവരുടെ മേൽവിലാസം എന്നിവ അടക്കം ചോർന്നുപോയി എന്നാണ് പറയുന്നത്. വിവരങ്ങൾ ഇപ്പോൾ ഡാർക്ക് വെബിൽ, നിങ്ങൾക്കറിയാമല്ലോ, അത് ഈ ഇൻ്റർനെറ്റിലെ ഒരു കറുത്ത ലോകമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് വിവരം. ഡാർക്ക് വെബ് തന്നെ അപകടം പിടിച്ചൊരു ലോകമാണ്. അവിടെ ഈ സാധനം, നമ്മുടെയൊക്കെ ബയോഡേറ്റയും നമ്മുടെയൊക്കെ ഇമെയിൽ ID-യും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. മെറിൻ മേരി ചാക്കോ വിവരങ്ങളുമായി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. പറയൂ മെറിൻ. SKN ഇൻസ്റ്റാഗ്രാം ഉപയോക്താക്കളെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1.75 കോടി ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഇപ്പോൾ ചോർന്നു എന്ന് തന്നെയാണ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിന് വൻ സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് എത്തിയെന്ന് തന്നെയാണ് മാൽവെയർ ബൈറ്റ്സ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഉപയോക്താക്കളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. സുരക്ഷാ വീഴ്ചയ്ക്ക് മുൻപ് തന്നെ അക്കൗണ്ടുകൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെസ്സേജുകൾ എത്തിയെന്നും ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രധാനമായും എന്നാൽ ഇൻസ്റ്റാഗ്രാമിന്റെ മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റ ഈ ഒരു സുരക്ഷാ വീഴ്ചയിൽ പ്രതികരിച്ചിട്ടില്ല. 1.75 കോടി ഉപയോക്താക്കളെ ആശങ്കയിലാക്കുന്ന ഒരു വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ജാഗ്രത പാലിക്കണം. പ്രധാനമായും അക്കൗണ്ടുകൾ ആക്സസ് ചെയ്ത് സൈബർ ആക്രമണത്തിന് മുതിരുന്നു എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. ലോഗിൻ അക്കൗണ്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇമെയിൽ ക്ലിക്ക് ചെയ്യരുത്. അതേപോലെ തന്നെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് തന്നെയാണ് വിദഗ്ധർ ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ഈ ഒരു സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.